ഹലോ, നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന പിസ്തയുടെ ഷെല്ലുകൊണ്ട് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ. കുറച്ച് ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പില്ലേ, അതെടുത്തിട്ട് ജസ്റ്റ് ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റെമ്മിന് കുറച്ച് കട്ടി കിട്ടും. എന്നിട്ടൊരു 3-4 പിസ്തയുടെ തൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഷെല്ലിനൊരു പിങ്ക് ഷെയ്ഡും സ്റ്റെമ്മിനൊരു ഗ്രീൻ ഷെയ്ഡും കൊടുക്കുക. അങ്ങനെ കുറച്ച് ട്യുലിപ്സ് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് അതിൻ്റെ ലീഫ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഒരു പേപ്പർ ടൈപ്പിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കമ്പി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. ഒരു ലീഫിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. അങ്ങനത്തെ ഒരു 10 to 15 ലീവ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു വേസാണ് സെറ്റാക്കേണ്ടത്. അതിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 സൈഡും ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ടോപ്പ് ജസ്റ്റ് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട് സൈഡ് ഫുള്ള് കവർ ചെയ്യാം. ഉള്ളിൽ ഫ്ലവർ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്ലോറൽ ഫോമോ അല്ലെങ്കിൽ തെർമോക്കോളോ എന്തെങ്കിലും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓരോ ലെയർ പോലെ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാനൊരു 20 ട്യുലിപ്സാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾ എടുക്കുന്ന ബോക്സിൻ്റെ സ്പേസ് അനുസരിച്ച് നമ്മൾ ട്യുലിപ്സിൻ്റെ കൗണ്ട് കൂട്ടാം. ഫ്ലവർ ആ ബോക്സ് ഫില്ല് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം. ലീവ്സ് ഓരോ സ്റ്റെമ്മിന് അടുത്തടുത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് പുറത്തോട്ട് കാണുന്ന രീതിക്ക് കൂടുതൽ വെച്ച് കൊടുക്കുക. സംഭവം ലീവ്സും ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിസ്തയുടെ ഷെല്ലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്